ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ മുമ്പിൽ അവൻ്റെ വചനത്തിനു വേണ്ടി ദാഹത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ലോകത്ത് വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന സകലരെയും ഈശോയുടെ തിരുഹൃദയത്തിന് മുൻപിലേക്ക് നമുക്കിപ്പോൾ കൊണ്ടുവരാം. പ്രത്യേകിച്ച് സ്നേഹിക്കാൻ ആരുമില്ലാത്തവരും, ചികിത്സയ്ക്ക് പണമില്ലാത്തവരും, വീടുകളിൽ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരും കർത്താവിൽ നിന്ന് സൗഖ്യവും സ്വസ്ഥതയും ലഭിക്കുന്നതിന് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്കവരെ സമർപ്പിക്കാം. ഈ വചനം ശ്രവിക്കുന്ന സമയം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് ദൈവം സൃഷ്ടിച്ച വിവിധങ്ങളായ സൃഷ്ടികളിൽ എന്തുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ് കഴുകൻ. ഉയരമുള്ള മരങ്ങളുടെ മുകളിലാണ് സാധാരണ കഴുകൻ കൂടുകൂട്ടുന്നത്. എന്നിട്ട് അതിൽ മുട്ടയിടും. അടയിരുന്ന് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടെ പാലിക്കും. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കും. ഒത്തിരി സ്നേഹത്തോടെയാണ് കഴുകൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്നാണ് പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ പറക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആ കൂടിൻ്റെ ചൂട് പിടിച്ചിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ തള്ളയുടെ വിധം മാറും. കൂട് നിരന്തരം ചലിപ്പിക്കാൻ തുടങ്ങും. അതുണ്ടാക്കിയിരിക്കുന്ന ചുള്ളിക്കമ്പുകളെല്ലാം വലിച്ചൂരി ദൂരെ കളയും. കുഞ്ഞിനവിടെ തുടരാൻ പറ്റാത്ത രീതിയിൽ കൂട് ചലിപ്പിക്കുന്ന തള്ളയോട് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ദേഷ്യം തോന്നും. അവർ തള്ളയെ കൊത്താൻ നോക്കും, ഒച്ച വയ്ക്കും. ആകെപ്പാടെ കൺഫ്യൂഷൻ. അങ്ങനെ അവസാനം കൂട് വിട്ട് പൊയ്ക്കളയാമെന്ന് കുഞ്ഞുങ്ങൾ തീരുമാനിക്കും. കൂട്ടിൽ നിന്നും പുറത്തു കടക്കാൻ അവർ തയ്യാറാകുമ്പോൾ തള്ളക്കഴുകൻ തൻ്റെ ബലമുള്ള ചിറകുകൾ അങ്ങ് വിരിക്കും. എന്നിട്ട് ആ കുഞ്ഞിനെ ചിറകിന് മുകളിലോട്ടെടുക്കും. മെല്ലെ മെല്ലെ പൊങ്ങിയും താന്നുമായി കുഞ്ഞിനെയും കൊണ്ട് കഴുകൻ പറക്കാൻ തുടങ്ങും. പൊങ്ങിപ്പോകുന്ന കഴുകൻ താന്നു വരുമ്പോൾ കാറ്റടിച്ച് കുഞ്ഞുങ്ങളുടെ ചിറകും വിടരും. അപ്പോഴാണ് കഴുകൻ്റെ കുഞ്ഞ് ആദ്യമായി മനസ്സിലാക്കുന്നത് തനിക്കും ചിറകുണ്ടെന്ന്, തനിക്കും പറക്കാനാകുമെന്ന്. അത് ചിറകു വിടർത്തി പറക്കാൻ തുടങ്ങും. കഴുകനമ്മയ്ക്ക് സന്തോഷമായി. കാരണം തൻ്റെ കുഞ്ഞിന് തുടർന്ന് ജീവിക്കണമെങ്കിൽ ഉയർന്നു പറക്കണം. എന്തിനാ നമ്മളിപ്പോൾ ഇത് ചിന്തിച്ചത്? മനുഷ്യ ജീവിതത്തിലും പലപ്പോഴും ഇതിന് സദൃശ്യമായ ചില രംഗങ്ങൾ കാണാം. വളരെ സ്നേഹത്തോടെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നമുക്ക് വേണ്ടി അവനൊരു പറുദീസ ഒരുക്കിയല്ലോ. ഓരോന്നും സൃഷ്ടിച്ചിട്ട് തമ്പുരാൻ നോക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടിയാ, നന്നായിരിക്കുന്നു കേട്ടോ. അവസാനമാണ് അവൻ ചിന്തിക്കുന്നത് നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. അങ്ങനെ മനുഷ്യവംശം രൂപം കൊണ്ടു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. 139 സങ്കീർത്തനം വായിക്കാമെങ്കിൽ വ്യക്തമായി അതിൽ പറയുന്നുണ്ട്, ഭൂമിയുടെ അധോഭാഗത്ത് വെച്ച് സൂക്ഷ്മതയോടെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവം. 22 സങ്കീർത്തനത്തിൻ്റെ 9, 10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കും, അവൻ്റെ കൈകളിലേക്കാണ് നമ്മൾ പിറന്നു വീണത്. അമ്മിഞ്ഞപ്പാൽ നുകരാൻ അമ്മയുടെ മാറിടം ഒരുക്കി തന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, മാതാവിൻ്റെ ഉദരം മുതൽ ദൈവമേ നീ എൻ്റെ ദൈവമാണ്.
നമുക്കായിട്ട് അവനൊരു പ്ലാൻ ഇട്ടു. ജെറമ്യാ പ്രവാചകൻ പറയുന്നില്ലേ, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ടെന്ന്. 29-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കും. അത് നിന്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. അതനുസരിച്ച് പോയാൽ ശുഭമായ ഭാവിയാണ് നിനക്ക് ലഭിക്കുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൽ, എല്ലാറ്റിനും അവനൊരു സമയം വെച്ചിട്ടുണ്ട്. അതാത് സമയത്ത് അവയെല്ലാം ഭംഗിയായി നടക്കും. അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം കൂടുവിട്ട് പറക്കേണ്ട സമയം വരുമ്പോൾ ഇതുപോലുള്ള ചൂളം വിളി നമ്മൾ കേൾക്കേണ്ടി വരും. അത് വാതമാകാം, അത് ക്യാൻസറാകാം, അത് ഡയബറ്റിക് ആകാം. പ്രഷറും പ്രമേഹവും ഒക്കെ നമ്മെ വലയം ചെയ്യുമ്പോൾ പലവിധ രോഗങ്ങളാൽ നമുക്ക് ജീവിതം ദുസ്സഹമായി തോന്നുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, കൂടുവിട്ട് പോകേണ്ട സമയത്തോടടുത്ത് വരികയാണ്. പണ്ടൊരു ഭക്തൻ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ പറഞ്ഞു, തമ്പുരാനെ, പെട്ടെന്ന് മരിച്ച് ഇവിടുന്ന് വിട്ടുപോകാൻ നീ അനുവദിക്കരുതെന്നെ. മരിക്കാറൊക്കെ ആയി ഇവിടുന്ന് പോകേണ്ട സമയമൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് നീ ഒരടയാളം തരണം, എങ്കിലല്ലേ എനിക്ക് ഒരുങ്ങാൻ പറ്റൂ. കർത്താവ് പറഞ്ഞു, ശരി, ഞാൻ അടയാളം തരാം. അങ്ങനെ കാലം കുറേ അങ്ങ് കഴിഞ്ഞു. ഒരു ദിവസം അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചു. ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അയാൾ പരിഭവം പറഞ്ഞു, എന്നാലും കർത്താവേ, എന്നോടിത് ചെയ്യണ്ടായിരുന്നു. ഞാൻ നിൻ്റെ ഭക്തനായി ജീവിച്ചവനല്ലേ, അടയാളം തരാമെന്ന് നീയല്ലേ വാക്ക് പറഞ്ഞത്, പിന്നെ എന്തിയെ എനിക്ക് ഒരടയാളവും തരാതിരുന്നത്? കർത്താവ് ചോദിച്ചു, മോനെ, നീ എന്തായി പറയണേ? ഒരടയാളവും തന്നില്ലെന്നോ? നിൻ്റെ കറുത്ത മുടി വെളുത്തു വന്നപ്പോൾ അതൊരടയാളമല്ലായിരുന്നോ? നിൻ്റെ ആ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞു വന്നപ്പോൾ അതൊരടയാളമല്ലായിരുന്നോ? നിൻ്റെ സ്പീഡിലുള്ള നടപ്പ് വേച്ച് പോയപ്പോൾ അതൊരടയാളമല്ലായിരുന്ന? എത്ര അടയാളങ്ങളാണ് ഞാൻ തന്നത്. ഇതുപോലെ നമുക്കും ദൈവം അടയാളങ്ങൾ തരും. തൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കണമെന്നും ഇവിടെയുള്ള വീടല്ല നിത്യഭവനമെന്നും നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ദൈവം അടയാളങ്ങൾ തരുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മോട് പറയുന്ന യോഹന്നാൻ്റെ 14-ാം അധ്യായത്തിലെ തുടക്കം മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. 14-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ദൈവത്തിൽ വിശ്വസിക്കൂ, എന്നിലും വിശ്വസിക്കൂ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരുപാട് വാസസ്ഥലങ്ങളുണ്ട്. നിനക്ക് വീടൊരുക്കാൻ ഞാൻ പോകുകയാണ്. ഞാൻ പോയി വീടൊരുക്കി കഴിഞ്ഞാൽ ഞാനായിരിക്കുന്നിടത്ത് നീയുമായിരിക്കാൻ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. എത്ര മനോഹരമാണ് കർത്താവിൻ്റെ വാഗ്ദാനം. നമ്മെക്കുറിച്ച് ശ്രദ്ധയുള്ള തമ്പുരാൻ, നമ്മൾ തൻ്റെ ഭവനത്തിലേക്ക് എത്താൻ പ്രതീക്ഷിച്ച് കഴിയുന്ന ദൈവം നമുക്കായി ഭവനം നിർമ്മിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ അവിടുന്ന് വന്ന് നമ്മളെ കൊണ്ടുപോകും. നല്ല ജീവിതം നയിക്കുന്ന തങ്കപ്പെട്ട ചില വല്യപ്പച്ചന്മാരുണ്ട്, വല്യമ്മച്ചിമാരുണ്ട്. അവർക്കൊക്കെ അസുഖം വന്നു മരണത്തോടടുത്ത് കഴിയുമ്പോൾ ബന്ധുമിത്രാദികളെല്ലാം ഓടിയെത്തും. മക്കളും പേരക്കിടാങ്ങളും എല്ലാം ചുറ്റും കൂടി ഈശോ മറിയ ഔസേപ്പൊക്കെ ചൊല്ലിക്കൊടുത്ത് അങ്ങനെ അവരുടെ മരണനിമിഷം വരും. നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ട്, മരിക്കാറായി ഇങ്ങ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തെളിയും, മുഖത്തൊരു പുഞ്ചിരി പരക്കും, ചുറ്റുമുള്ളവരോട് കൈ കാണിക്കും മുട്ടുകുത്താൻ. എന്തിന്? ദേ ഈശോ വന്നേക്കുന്നു, ദേ എൻ്റെ അപ്പൻ വന്നിരിക്കുന്നു, അമ്മ വന്നിരിക്കുന്നു.
എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും വല്യപ്പച്ചൻ പിച്ചും പേയും പറയുകയെന്ന്. അല്ല, അവർ കാണുകയാണ് അവരെ കൊണ്ടുപോകാൻ വന്ന കർത്താവിനെ. അവർ കാണുകയാണ് അവനെ അകമ്പടി സേവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ. എല്ലാവരും മരിച്ചുപോയവരാ. അങ്ങനെ സൗഭാഗ്യമായിട്ട് അദ്ദേഹവും തൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സന്തോഷകരമായ മരണം, ഈ ലോകത്തിൽ നിന്നുള്ള വിടപറച്ചിൽ, നിത്യമായ വസതിയിലേക്ക് ഈശോ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ ഒരു നല്ല വീട്, സൗഭാഗ്യകരമായൊരു ജീവിതം ലഭിക്കണമെങ്കിൽ ഇവിടുന്നേ നമ്മൾ ഒരുങ്ങണം. അതിനൊക്കെ ഇനിയും സമയമുണ്ട്, വയസ്സിത്രയല്ലേ ആയുള്ളൂ എന്നൊന്നും കരുതരുത്. നമ്മൾ ചെയ്യുന്നതെല്ലാം തമ്പുരാൻ്റെ ഇഷ്ടമായിരിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ എന്തൊക്കെ ചെയ്താലും അത് കർത്താവിൻ്റെ ഇഷ്ടമായിരിക്കണം. ഈ ലോകത്ത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗത്തിലെത്തുന്നതെന്ന് മത്തായി സുവിശേഷകൻ്റെ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് സ്വർഗത്തിലെത്തില്ല. പിന്നെ എന്തു ചെയ്യണം? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഭാവിയെ കുറേയൊക്കെ മനോഹരമാക്കാൻ പറ്റും. ദൈവം എന്താഗ്രഹിക്കുന്നു? സുഖമായാലും ദുഃഖമായാലും വിജയമായാലും പരാജയമായാലും പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള ആ വലിയ കരുത്ത് നമ്മൾ നേടിയെടുക്കണം. ഈ ലോകത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് പോകേണ്ടതായ വേർപാടിൻ്റെ സമയം വരുമ്പോൾ പലപ്പോഴും രോഗമാണ് മുന്നോടിയായിട്ട് വരുന്നത്. രോഗം വന്നു, അവശത വന്നു, മരുന്നുകൾ ഫലിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം എൻ്റെ സമയം അടുത്തെന്ന്. അപ്പോൾ നമ്മെ ആ യാത്രയ്ക്ക് ഒരുക്കുന്ന ഈശോ തന്നൊരു വലിയ സമ്മാനമുണ്ട്. എന്താണെന്നറിയാമോ? രോഗീലേപനം എന്ന് പറയും. എങ്ങനെയോ അതിന് നാടൻ ഭാഷയിൽ ഒടുക്കത്തെ ഉപ്രശുമ എന്നൊരു പേര് വന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ വിചാരം അത് സ്വീകരിച്ചാൽ ഒടുക്കമായി, പിന്നെ മരിച്ചോളണം. അതുകൊണ്ട് പലർക്കും പേടിയാണ്. രോഗാവസ്ഥയിൽ ഗുരുതരമായ രോഗം വരുമ്പോൾ രോഗീലേപനം സ്വീകരിച്ചാൽ ഒന്നുകിൽ നമുക്ക് രോഗശാന്തി കിട്ടും, അല്ല ദൈവസന്നിധിയിലേക്ക് പോകേണ്ട സമയമായെങ്കിൽ അപ്പോൾ നമുക്ക് ആ പോകാനുള്ള വഴി എളുപ്പമാക്കി തരും. ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ചില അപ്പച്ചന്മാരെ ചങ്കുവേദനയായിട്ട് ആശുപത്രി കൊണ്ടുവരും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ലോകത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് പോകേണ്ട സമയമായെന്ന്. അതുകൊണ്ട് ആർത്ത് കരയുന്ന മക്കളെയും ഭാര്യയെയും ഒക്കെ പുറത്തോട്ട് ഇറക്കി നിർത്തിയിട്ട് ഭാര്യയുടെ അടുക്കൽ ചെന്ന് മെല്ലെ ചോദിക്കും, അമ്മച്ചി നമുക്ക് രോഗീലേപനം കൊടുത്താലോ അപ്പച്ചന്? ഒടുക്കത്തെയോ പ്രശ്നമോ? അയ്യോ അത്രയായോ? പോവോ ഇപ്പോൾ? പിന്നെ കരച്ചിൽ, ബഹളാകെ അട്ടഹാസം. കുറച്ച് കഴിയുമ്പോൾ അപ്പച്ചൻ മരിക്കും. അപ്പോൾ അമ്മച്ചി ഓടി വരും, അമ്മേ കൊടുക്കമ്മേ. എന്തു കൊടുക്കാൻ? അല്ലമ്മേ ആ അമ്മ പറഞ്ഞ സാധനം, ആ രോഗീലേപനം. അല്ലമ്മച്ചി അപ്പച്ചൻ മരിച്ചില്ലേ? അയ്യോ ഇല്ല, ചൂടാറിയിട്ടില്ല. ചൂടാറുന്നതിന് മുമ്പ് കൊടുക്കുന്ന കൂതാശയല്ലത്. സുബോധത്തോടുകൂടെ രോഗിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ പ്രാർത്ഥനകളുടെ അർത്ഥം ചിന്തിച്ചും ഈശോ തന്നൊരു കൂതാശയാണെന്ന് മനസ്സിലാക്കിയും രോഗീലേപനം സ്വീകരിക്കുമ്പോൾ വലിയ കൃപയാണ് ലഭിക്കുന്നത്. ഇത് കേട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലിരിക്കട്ടെ. നമുക്കൊരു രോഗം ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങി എന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കണം, അച്ഛാ എനിക്ക് രോഗീലേപനം തരാമോ? അതും ഒരൗഷധമാണ്. അത് സ്വീകരിക്കുന്ന എത്രയോ പേര് സൗഖ്യപ്പെടുന്നു. അത് സ്വീകരിക്കുന്നത് വഴി എത്രയോ പേർക്ക് കഴിക്കുന്ന മരുന്നിന് ഗുണം കിട്ടുന്നു, എടുക്കുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് ഫലം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈശോ തന്ന കൂദാശയുടെ വില ഇടിച്ചു കാണരുത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം.
അങ്ങനെ കർത്താവിൻ്റെ അടുക്കലേക്കുള്ള യാത്ര എളുപ്പമാക്കി തീർക്കണം. അപ്പോൾ ഈ കുഞ്ഞ് കഴുകൻ കുഞ്ഞുങ്ങളെപ്പോലെ നമ്മളും തമ്പുരാൻ്റെ മുമ്പിൽ അസ്വസ്ഥരായി തള്ളക്കഴുകനെ കൊത്തി ഓടിച്ച് ബഹളോ ഒച്ചപ്പാടോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കർത്താവിനറിയാം എന്നെ എപ്പോഴാണ് അവൻ്റെ പക്കലേക്ക് വിളിക്കേണ്ടതെന്ന്. കർത്താവിനറിയാം എൻ്റെ ജീവിതം സൗഭാഗ്യകരമായി പോകുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതാത് സമയം അവൻ അതെനിക്ക് ഏൽപ്പിച്ചു തരും, അനുവദിച്ചു തരും. അപ്പോൾ പരിഭവിക്കാതെ അത് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ എനിക്ക് സാധിക്കണം. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ദൈവം നമുക്ക് ജീവിക്കാൻ ആരോഗ്യം തന്നു ഇന്നുവരെ. ദൈവം നമുക്ക് അധ്വാനത്തിന് ഫലം തന്നു. സുഖമായി ജീവിക്കാനുള്ള പല രീതികൾ അവൻ കാണിച്ചു തന്നു. നമ്മളത് പ്രയോജനപ്പെടുത്തി. നമ്മുടെ മക്കൾ വലുതായി. ഇനി അവരാണ് നമ്മൾ കഴിഞ്ഞാൽ ജീവിതം ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്കുള്ളതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് വീതിച്ചൊക്കെ കൊടുത്ത് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടാനും കോടതിയിൽ കയറി ഇറങ്ങാനുമൊക്കെ മക്കൾക്ക് അവസരം വരാതിരിക്കും. എനിക്ക് ചില നല്ല മാതാപിതാക്കളെ അറിയാം. അവർ വേണ്ട നേരത്ത് സ്വത്തെല്ലാം വീതം വയ്ക്കും. തങ്ങളുടെ മക്കൾ തങ്ങളെ പൊന്നുപോലെ നോക്കുമെന്ന് അവരങ്ങ് വിചാരിക്കും. എന്നിട്ട് അവർ മക്കൾക്ക് തങ്ങൾക്കൊന്നും മാറ്റിവെക്കാതെ എല്ലാം മക്കൾക്ക് അങ്ങ് കൊടുക്കും. മക്കൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ തുടർന്ന് അപ്പനും അമ്മയും ജീവിക്കാമെന്നോർത്തോ? അങ്ങനെ ജീവിച്ചാൽ പയ്യെ പയ്യെ ഇനി ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ആ സ്നേഹമൊക്കെ അങ്ങ് തണുക്കും. പിന്നെ അപ്പൻ അനാഥശാലയിൽ, അമ്മ അനാഥശാലയിൽ, പിന്നെ അവർ കാണാൻ പോലും വരാത്ത അവസ്ഥ. പിന്നെ കണ്ണുനീരായി, വേദനയായി, പ്രാക്കായി, വിഷമായി. ഞാനൊരപ്പച്ചനെ ഓർക്കുക. എല്ലാം മക്കൾക്ക് കൊടുത്തു, ഒന്നും നീക്കി വെച്ചില്ല. അവസാനം മക്കൾക്ക് അപ്പനെ വേണ്ടാതായി. വികാരിയച്ഛൻ്റെ അടുക്ക ചെന്ന് അപ്പച്ചൻ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല അച്ഛാ, എനിക്കിനി ഒന്നുമില്ല, അവർ നോക്കൂലോ എന്നോർത്ത് എല്ലാം കൊടുത്തു. വികാരിയച്ഛൻ അങ്ങ് മാറ്റി നിർത്തി ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു. ആരും കേട്ടില്ല. അപ്പച്ചൻ്റെ മുഖം സന്തോഷമായി. അന്നു മുതൽ മക്കൾ കാണുകയാണ്. അപ്പൻ പരമരഹസ്യമായി പെട്ടി തുറക്കുന്നു. എന്തോ തുണി കൊണ്ടുള്ള ഒരു സഞ്ചി എടുത്ത് പിടിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിലുകിലുകിലാന്ന് സ്വരം കേൾക്കാം. അപ്പനതെല്ലാം കൂടെ കുടഞ്ഞിട്ട് എണ്ണി നോക്കുന്നു. അവർ ജനലയ്ക്കേ കൂടെയും വാതിലിൻ്റെ പഴുതിൽ കൂടെയൊക്കെ നോക്കി. ഇനിയും ഉണ്ടടാ, കാര്യമായിട്ട് എന്തോ ഇരിപ്പുണ്ട്. അപ്പനത് പൊന്നുപോലെ വെച്ചിരിക്കുന്നേ, എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട് എന്നും. മക്കളൊക്കെ അറിഞ്ഞു. അതോടുകൂടെ മക്കളുടെ വിധം മാറി. എന്ത് സ്നേഹം അപ്പനോടും അമ്മയോടും. അന്ന് മുതൽ അപ്പനും അമ്മയ്ക്ക് എന്താ വേണ്ടതെന്നാണ് മക്കളുടെ അന്വേഷണം. എന്താഗ്രഹമുണ്ടോ അതെല്ലാം അവർ റെഡിയാക്കും. ഇറച്ചിക്ക് ഇറച്ചിയും മീനുമായിട്ട് പൊന്നുപോലെ നോക്കുന്ന മക്കളെ കണ്ട് അപ്പനും അമ്മയും സന്തോഷിച്ചു. അപ്പന് രോഗം കലശലായി, മരിക്കുമെന്ന ഘട്ടമായി. മക്കളൊക്കെ ഓടിയെത്തി. ചേട്ടൻ അനുജനെ പേടി, അനുജന് ചേട്ടനെ പേടി. കാരണം അപ്പൻ്റെ സ്വത്ത് അവരെങ്ങാൻ തട്ടിയെടുത്താലോ. അപ്പൻ മരിച്ചു. എല്ലാവരെയും അറിയിച്ചു. ശവസംസ്കാരം കഴിഞ്ഞതേ മക്കളാമ്പിള്ളേർ 4 വീട്ടിലേക്ക് ഓടി. വന്നതേ അവരെ അപ്പൻ്റെ ആ കിലുകിലാന്ന് കേൾക്കുന്നത് ഇരിക്കുന്ന പെട്ടി വലിച്ച് പുറത്തിട്ടു. എന്നിട്ട് അവരത് തുറന്നു പരിശോധിച്ചു. ആ തുണി സഞ്ചി കണ്ടെത്തി. മൂത്തവനത് വലിച്ചെടുത്തു. ഇളയവൻ കയറി പിടിച്ചു. മറ്റ് 2 പേരും സാക്ഷികളായിട്ട് നിന്നു. അഴിച്ചു. പുഴയുടെ തീരത്ത്, അപ്പൻ എന്നും കുളിക്കാൻ പോകുന്ന പുഴയുടെ തീരത്ത് മണലിൽ കിടക്കുന്ന നല്ല ഒന്നാന്തരം വെള്ളാരം കല്ല്. അതായിരുന്നു ആ തുണി നിറച്ച്. അച്ഛൻ പറഞ്ഞു കൊടുത്ത സ്വകാര്യമാണത്. അതാണ് അപ്പച്ചനെ രക്ഷിച്ചത്. മക്കളുടെ വികാരം നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ
സ്നേഹം നിറയട്ടെ, പരസ്പര സ്നേഹം. ആ സ്നേഹത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളും മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും, അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ സ്നേഹം നിറയുമ്പോൾ ദൈവം അവിടെ വസിക്കും. ദൈവം വസിക്കുന്നിടമല്ലേ സ്വർഗമെന്ന് പറയുന്നത്. അപ്പോൾ ജീവിതകാലത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തെ സ്വർഗമാണ് അനുഭവിക്കുന്നതെങ്കിൽ അതെത്ര മനോഹരമാണ്. ആ സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ കൈ പിടിച്ച് നമ്മൾ നിത്യമായ സൗഭാഗ്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്ത് സുഖമുണ്ട് അതിന്. അതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ എന്തൊക്കെ ഈ ലോകത്ത് നേടിയാലും മനുഷ്യ, നീ നിൻ്റെ ആത്മാവിനെ നേടുന്നില്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് എന്താ പ്രയോജനം? എൻ്റെ പൊന്നുമക്കളെ, നമുക്ക് പണമുണ്ട്, പേരുണ്ട്, സ്ഥാനമുണ്ട്, എല്ലാം നല്ലത്. പക്ഷെ മരിച്ചാൽ ആരോർക്കുന്നു? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലരൊക്കെ മരിച്ചു പോയിട്ടില്ലേ? അവരെ കൂടാതെ ജീവിക്കാനാകില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലേ? ആരോർക്കുന്നു? ഒരാഴ്ച കഷ്ടി അങ്ങ് കഴിഞ്ഞാൽ, ഒരു മാസം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവരെയൊക്കെ ആരോർക്കുന്നു? നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കില്ല. ആകയാൽ ഈ ചിന്ത നമുക്ക് സ്വന്തമാക്കാം. എനിക്കെൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ പോകണം. ഒരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം, ദൈവത്തിങ്കിലേക്കൊരു വഴിയുണ്ടെന്ന് എനിക്കറിയാം. ആകയാൽ ഞാൻ എൻ്റെ ദൈവത്തിങ്കലെത്തും. അതിനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുള്ള എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ടും ഈ ലോകത്ത് തന്നെ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ മുന്നോടിയായ സ്നേഹം ആസ്വദിക്കാൻ നിങ്ങൾക്കിടവരട്ടെ എന്ന ആ ചിന്തയോടുകൂടെ നിങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.